മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന തൻ്റെ പപ്പയായ സ്റ്റാൻലിക്കും റാണിമോൾക്കും ഒപ്പം തന്നെയായിരുന്നു ബാലചന്ദ്രനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ബാലചന്ദ്രൻ്റെ വിവരങ്ങളെല്ലാം തിരക്കി അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാൻലിയും റാണിമോളും അലീനയെ ബാലചന്ദ്രനെ കൂട്ടായി നിർത്തിക്കൊണ്ട് തന്നെ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. ഇതേ സമയം മനുവിനെ എവിടെ നോക്കിയിട്ടും അലീനയ്ക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രനെ കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മനുവേട്ടനാണെന്നും എന്നാൽ അറിഞ്ഞുകൊണ്ടല്ലെന്നും അലീനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ തന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കത് വിഷമമാവുമെന്നും അത് അലീന എങ്ങനെയാണ് എടുക്കുക എന്നുമുള്ള ചിന്ത തന്നെയായിരുന്നു മനുവിനും. അതുകൊണ്ട് തന്നെയാണ് അലീനയിൽ നിന്നും മനു മാറി നടക്കുന്നത്. അലീന അവിടെ എല്ലാം തിരഞ്ഞു നോക്കുന്നുണ്ട്, എങ്കിലും മനുവിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സമയത്തെ തിരച്ചിലിനൊടുവിൽ ഒരു തണൽ മരത്തിനടിയിലായി മനു ഇരിക്കുന്നത് അലീന കാണാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. അവൾ തൻ്റെ അരികിലേക്ക് നടന്നു വരും തോറും മനുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അലീന മനുവിൻ്റെ മുമ്പിലായി വന്നു നിന്നു. മനു ആ കുമ്പിട്ട തല നൂർത്തി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്താണ് എന്നോടൊന്നും ചോദിക്കാത്തത്? മനുവേട്ടൻ എന്താണ് എന്നോടൊന്നും പറയാത്തതെന്നൊക്കെ. മനു അപ്പോൾ പറയുന്നുണ്ട്, നീ അങ്കിളിൻ്റെ മുറിയിൽ പോയി അങ്കിളിനെ കണ്ടിട്ടാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിൽ കൂടുതൽ ഇനി ഞാനൊന്നും പറയേണ്ടെന്നും ഞാനൊന്നും ചോദിക്കേണ്ടെന്നും എനിക്കറിയാം. ഇനി ചോദിക്കാനും പറയാനുമുള്ളത് നിനക്ക് തന്നെയാണെന്ന് അലീനയുടെ മുഖത്ത് പോലും നോക്കാതെ തല താഴ്ത്തിയിരുന്നു കൊണ്ട് തന്നെ മനു പറയുകയാണ്. അലീന അപ്പോൾ അവൻ്റെ താടിയിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് മുഖം നോക്കിക്കൊണ്ട് മനുവിനോടായി പറയുന്നുണ്ട്, മനുവേട്ടൻ്റെ വിഷമങ്ങൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ അതിനേക്കാളേറെ വിഷമത്തിലാണെന്ന് മനുവേട്ടൻ ചിന്തിക്കണമായിരുന്നു. മനുവേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നെ മനസ്സുണ്ടായിട്ടല്ല അച്ഛൻ അവിടെ നിന്നും എന്നെ കൊണ്ടുപോയി പപ്പയുടെ അരികിലേക്കാക്കിയത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടും. അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതലും ശരിയെന്ന് അലീന പറയുകയാണ്. മനു പറയുന്നുണ്ട്, ഞാൻ അങ്കിള് ഇത്രയ്ക്ക് പൊട്ടി വിങ്ങി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അലീന. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഞാൻ പോയിരുന്നുവെങ്കിൽ, നേരിട്ട് കണ്ട് സംസാരിച്ചുവെങ്കിൽ എനിക്കതൊക്കെ മനസ്സിലാവുമായിരുന്നു എന്ന് പറയുകയാണ്. അലീന മനുവിനോടായി പറയുകയാണ്, മനുവേട്ടൻ വിഷമിക്കാതിരിക്കേ, അച്ഛൻ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ അച്ഛന് മനുവേട്ടൻ എന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മനുവേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതെന്ന് അലീന പറയുമ്പോൾ മനു പറയുകയാണ്, ഞാൻ നിന്നെ എല്ലാവർക്കും നഷ്ടപ്പെടുകയാണെന്ന് മാത്രമേ അലീന പറഞ്ഞുള്ളൂ. ഞാൻ സ്വാർത്ഥനാവുകയായിരുന്നില്ല. പക്ഷെ അവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ നിന്നിലെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ നിനക്ക് മുൻപിൽ ഒരുപാട് അതിർവരമ്പുകൾ, പക്ഷേ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലേക്ക് നീ വളർന്നു നിൽക്കുകയാണെന്ന് എനിക്കൊരു തോന്നൽ. നിൻ്റെ മുൻപിൽ ഞങ്ങളെക്കാളൊക്കെ ഏറെ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളതായി എനിക്ക് തോന്നി. അതെന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു പോയി. എൻ്റെ വിഷമങ്ങൾ എനിക്ക് പറയാൻ അങ്കിള് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചതെന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, കാര്യം ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ മനുവേട്ടൻ വിളിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. ഇനി എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയപ്പോൾ പറയുമായിരുന്നു, ഞാനെന്തോ മിറാക്കിൾ ആയിട്ടാണ് വന്നതെന്നും അച്ഛൻ്റെ അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്നും. മനുവേട്ടൻ എന്തായാലും അകത്തേക്ക് വരാൻ നോക്ക്, മനുവേട്ടൻ എന്തിനാണ് ഇങ്ങനെ മാറിയിരിക്കുന്നതെന്നൊക്കെ അലീന ചോദിക്കുകയായിരുന്നു. മനു പതിയെ അവളുടെ ആ കൈകളിൽ കയറി പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പറയാണ്, എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല അലീന. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. ഞാൻ കാരണമാണല്ലോ അങ്കിളിന് ഈ അവസ്ഥ വന്നതെന്ന് വല്ലാത്തൊരു കുറ്റബോധം എനിക്കുണ്ടെന്നൊക്കെ അലീനയോട് പറയുമ്പോൾ അലീന പറയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മനുവേട്ട. അച്ഛന് മനുവേട്ടനോടോ ആരോടും ഒരു ദേഷ്യവുമില്ല. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ മനുവേട്ടൻ ഡോക്ടറെ കണ്ട് ചോദിച്ചറിഞ്ഞിട്ട് അച്ഛനെ കയറി കണ്ടോളൂ. അപ്പോൾ മനുവേട്ടന് ഒരുപാട് സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്ന സമയത്താണ് കൃഷ്ണമോൾ വന്നിട്ട് മനുവേട്ടനെയും അലീനയെയും വിളിക്കുന്നത്.
കൃഷ്ണ വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ എവിടെയെല്ലാം തിരക്കി, ദേ അവിടെ ഡോക്ടർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അതെയോ, എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ തന്നെ ഡോക്ടറുടെ മുറിയിലേക്ക് നടക്കുകയാണ്. ഡോക്ടറുടെ റൂമിലേക്ക് കയറുന്നത് മനുവും അലീനയും മാത്രമായിരുന്നു. ഡോക്ടർ അവരെ കണ്ട ഉടനെ തന്നെ, രണ്ടാളും ഇരിക്കൂ. എന്തായാലും അലീനയ്ക്ക് എന്തോ മിറാക്കിൾ ശക്തിയുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം അലീനയെ കണ്ട പാടെ തന്നെ വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരുപാട് റിക്കവറായ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും അത് വളരെ നല്ല സൂചന തന്നെയാണ്. ഒരുപാട് ദിവസമൊന്നും ഇവിടെ കിടത്തി ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ എന്തോ ഒരു വിഷമം അലീന വന്ന് സംസാരിച്ചപ്പോൾ മാറിക്കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റി അലീന? അച്ഛനുമായിട്ട് വഴക്കിട്ടിരിക്കുകയായിരുന്നു എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനെ വഴക്കൊന്നും ഇടുന്നവരല്ല ഡോക്ടറെ. ഇത് അപ്പോഴേക്കും അലീന മനുവിൻ്റെ കൈകളിൽ കയറി പിടിക്കുന്നുണ്ട്. അലീന ബാക്കിയൊന്നും അവനെ കൊണ്ട് പറയിപ്പിച്ചില്ല. ഉടനെ തന്നെ അലീന ഡോക്ടറോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്നാണ്, എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നമുക്ക് ICUവിൽ നിന്ന് ഇന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹത്തെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ 2 ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടേ ഇവിടെ നിന്നും ഡിസ്ചാർജ് തരുള്ളൂ എന്ന് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛൻ നിർബന്ധം പിടിച്ചാലും ഡോക്ടർ അങ്ങനെ തന്നെ ചെയ്താൽ മതിയെന്ന്. എന്തായാലും നിങ്ങളെ 2 പേരെയും ഒരുമിച്ച് കാണണമെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2 പേരും ഒരുമിച്ച് തന്നെ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടോളൂ. ഒരുപാട് സമയം സംസാരിപ്പിക്കരുത്. ICU അല്ലേ, നമുക്ക് വൈകുന്നേരം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലും അദ്ദേഹത്തോട് അധികം സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ അലീന എന്ന് ഡോക്ടർ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന്. എന്നാൽ ഡോക്ടറുടെ മുറിയിൽ നിന്നും ഇരുവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ശിവശങ്കരനെയും വൈജയെയുമായിരുന്നു. അലീന വൈജയുടെ മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. മനു അലീനയുമായിട്ട് ICUവിൻ്റെ അകത്തേക്ക് കയറാൻ നേരത്ത് വൈജ വന്ന് തടയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയവരൊക്കെ പിന്നെയും വന്നത് എന്തിനാണ്? അദ്ദേഹത്തെ നോക്കാൻ ഇവിടെ ഞാനും എൻ്റെ 3 മക്കളും ഉള്ളപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. അലീനയ്ക്ക് വൈജയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അലീന ഒന്നും തന്നെ തിരിച്ച് പറയുകയോ ചോദിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ മനു ശിവശങ്കരൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശിവശങ്കരനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആൻറ്റിയുമായിട്ട് എവിടെയാണ് പോയിരുന്നത്? ആൻറ്റിക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ചെന്ന് നിന്നപ്പോൾ എന്തെങ്കിലും ബാധ കയറിയോ? അല്ല, ഇത് ഹോസ്പിറ്റലാണെന്നൊന്നും നോക്കാതെ അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല, ആൻറ്റിയെല്ലാം മറന്നിട്ട് തന്നെയാണോ ഈ പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയം കൂടി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് മനു ആയ ICUവിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാണ്. ഇതേ സമയം ശിവശങ്കരൻ വൈജയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെയാണ് വൈജയ്? നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും നീ എന്തിനാണ് വെറുതെ തല്ലുണ്ടാക്കാൻ നടക്കുന്നത്? ഇത് ഹോസ്പിറ്റലാണെന്നൊന്നും നോക്കില്ല. ICU കിടക്കുന്ന അവൻ ICUലാണെന്നും ഇത്രയും സമയം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നതാണെന്നൊന്നും ചിന്തിക്കില്ല. അവിടെ നിന്നേ അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് നിന്നെ വന്ന് അടിച്ച് ചുരുട്ടിയൊരുത്തിലിടാനും ബാലചന്ദ്രനെ അറിയാൻ പാടില്ലാണ്ടല്ലാന്ന് നീ നല്ലോണം ആലോചിച്ചിട്ട് തന്നെ വേണം നിൽക്കാനെന്ന് ശിവശങ്കരൻ വൈജയന്തിക്ക് ഒരു വാണിംഗ് പോലെ നൽകുകയാണ്. ഇത് കേൾക്കുന്ന രോഹിത്ത് വൈജയോടും ശിവശങ്കരനോടുമായി പറയുന്നുണ്ട്, അങ്കിളെ, ഇത് ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കാനാണെങ്കിൽ അവിടെ ആ ക്യാൻറ്റീനിലെങ്കിലും പോയിരിക്കാം. ഇത് ഞാൻ അങ്കിളിനോട് പറയാനുള്ള പ്രധാന കാരണം അങ്കിളിന് മാത്രമാണ് ഈ കൂട്ടത്തിലൊരു ബുദ്ധി ഉള്ളതെന്ന് എനിക്കറിയാം. മറ്റേ ആളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് തിരിഞ്ഞു നടക്കാൻ നേരത്ത് രോഹിത്തിൻ്റെ ഷർട്ടിന് കയറി പിടിക്കുകയാണ് വൈജയന്തി. വൈജ ചോദിക്കുന്നുണ്ട്, ദേ ആ പോയവളൊക്കെ വന്നതിൻ്റെ സാമർത്ഥ്യം എൻ്റെ അടുത്ത് എടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, ചുരുട്ടിക്കൂട്ടി ഒരുത്തിലിടുന്നത് ആരെയാണെന്നേ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അത്രയും ബുദ്ധിയില്ലായ്മ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി ഇപ്പം തൽക്കാലം ഞാൻ തരുന്നില്ല എന്ന്. ബാലചന്ദ്രൻ്റെ അരികിലേക്കായി ചെല്ലുന്ന അലീനയോടും മനുവിനോടും ബാലചന്ദ്രൻ പറയുകയാണ്, നിങ്ങളെ 2 പേരെയും ഒരുപോലെ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവം എൻ്റെ ആയുസ് കുറച്ചും കൂടി നീട്ടി തന്നതല്ലേ എന്ന്. അലീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛന് വീണ്ടും തുടങ്ങിയോ? അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ഒരു ചിരിയോടുകൂടി പറയാണ്, നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന
ഇവൻ്റെ ആ ഒരു നിമിഷത്തെ ആ ഒരു പിടച്ചിലുണ്ടല്ലോ, ആ പിടച്ചിൽ എൻ്റെ നെഞ്ചിലാണ് മോളെ വന്ന് തട്ടിയത്. ആ നിമിഷം നിലച്ചു പോവാൻ നിന്നതാണ് അച്ഛൻ്റെ ഈ ഹൃദയം. അതൊരു പക്ഷേ നിന്നെയും ഇവനെയും കൂട്ടിച്ചേർക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ളത് എന്നെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ജീവനോടുകൂടി ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാനൊക്കെ കഴിയുന്നതെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴൊന്നും ആലോചിക്കണ്ട, അതൊക്കെ പിന്നീട് നടക്കേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ തൽക്കാലം അച്ഛൻ സമാധാനമായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുന്നൊക്കെ അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോൾ പറയുകയാണ്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല മോളെ, എനിക്കിപ്പോൾ ഒരുപാട് സമാധാനം തോന്നുന്നുണ്ട്. നിന്നെ പഴയതുപോലെ എൻ്റെ മുമ്പിൽ കിട്ടിയല്ലോ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ എത്രയൊക്കെ വന്നാലും ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടു പോകുന്നത് വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിന്നിവിടെ നിർത്തിയിട്ട് ഒരു പക്ഷേ അയാൾ നിൻ്റെ പപ്പ പോയിട്ടും ഉണ്ടാവാം. അയാൾ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അയാളുമായിട്ടുള്ളൊരു ചങ്ങാത്തം എനിക്ക് ശരിയാവില്ല. കാരണം അയാളെ എൻ്റെ ഭാര്യയുടെ പഴയ കാമുകനാണ്. അല്ലേ മനു? എന്നെക്കൊണ്ട് അയാളുമായിട്ടൊരു ചങ്ങാത്തത്തിന് തയ്യാറാവാൻ പറ്റുമോ? ഒരുപക്ഷെ അയാളെൻ്റെ ഭാര്യയുടെ കാമുകൻ മാത്രമായിരുന്നുവെങ്കിൽ എനിക്കതിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ അല്ലേ മനു? അയാൾ എൻ്റെ ഭാര്യയുടെ ആദ്യം ജനിച്ച കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയല്ലേ. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ അയാളോട് സമാധാനപൂർവ്വം തന്നെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യം എടുത്ത് പറയാതെ വയ്യ മനു. അയാൾ എന്നോട് എപ്പോഴും വളരെ ശാന്തമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, വളരെ ബഹുമാനത്തോടു കൂടിയും. ഒരിക്കൽ പോലും അയാൾ എന്നോട് വേണ്ടാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരു ദേഷ്യമുള്ളതുപോലെയോ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ തന്നെയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല നീ ചെന്നപ്പോൾ അയാൾ അങ്ങനെ ഒരു ഇഷ്ടക്കേട് കാണിച്ചതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന പറയാണ്, അച്ഛാ, പപ്പയ്ക്ക് മനുവേട്ടനോട് യാതൊരു ദേഷ്യവുമില്ല. എന്നാൽ കൊല്ലപ്പള്ളിക്കാരനായ മനുവേട്ടനോട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൊല്ലാൻ ശ്രമിച്ച, അദ്ദേഹത്തിന് ആഗ്രഹിച്ച് നേടിയെടുത്തൊരു കുടുംബജീവിതം തകർത്ത ആ കുടുംബത്തിലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലെന്ന് അദ്ദേഹം അത് തുറന്ന് തന്നെ ഇന്ന് എന്നോട് പറഞ്ഞു. അച്ഛാ, അതൊന്നും ഇപ്പം നമ്മൾ ആലോചിക്കണ്ട, അതൊക്കെ നമുക്ക് പറഞ്ഞ് സാവധാനം മനസ്സിലാക്കാമെന്ന് അലീന പറയാണ്. മനു ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ കാൽക്കലായിട്ടാണ് മനു നിൽക്കുന്നത്. മനുവിനോടായി ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീയൊന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വിളിച്ച് നിന്നെ വരുത്തി ഇവിടെ നിർത്തിയത്. എന്നിട്ടിപ്പോൾ നിനക്കിത് എന്തു പറ്റി? അപ്പോഴേക്കും വിങ്ങിപ്പൊട്ടി നിന്ന മനു ബാലചന്ദ്രൻ്റെ കാൽക്കലായിട്ട് കയറി പിടിക്കുകയാണ്. കാലിൽ പിടിച്ചുകൊണ്ട് മനു കരയാൻ തുടങ്ങി. എൻ്റെ പൊന്നങ്കിളെ, അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അങ്കിളിന് ഞാൻ ആ പറഞ്ഞതൊക്കെ ഇത്രയ്ക്കും വിഷമം തട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്കിളെ ഒരു നിമിഷം തിരിച്ചെന്നോട് മിണ്ടാതെ ആയപ്പോൾ പോലും ഞാൻ വിചാരിച്ചത് അങ്കിളിന് എന്നോട് ദേഷ്യം വന്നിട്ട് കോള് കട്ട് ചെയ്തതായിരിക്കുമെന്നാണ്. എന്നാൽ ഒരുപാട് സമയത്തിന് ശേഷം കുട്ടികൾ വിളിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ സമയത്ത് എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, അല്ലെങ്കിൽ അലീനയെക്കുറിച്ച് മാത്രം. നമ്മളിൽ നിന്നും അവൾ അകന്നു പോയല്ലോ എന്ന വിഷമം എൻ്റെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഇൻസൾട്ട് എല്ലാം എൻ്റെ പൊട്ട ബുദ്ധിക്ക് അങ്കിള് കാരണമാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത, അതാണ് എന്നെ പെട്ടെന്ന് തന്നെ അങ്കിളിനെ വിളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് മനുവേട്ടാ എൻ്റെ അച്ഛൻ കാരണമാവുന്നത്? എൻ്റെ തീരുമാനമായിരുന്നില്ലേ നെടുമ്പുരിക്കൽ തറവാട്ടിൽ നിന്നും ഞാൻ ഇറങ്ങണമെന്നും അവിടെ അമ്മയെ കയറ്റണമെന്നും? പിന്നെ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ അതിന് ഉത്തരവാദിയാവുന്നത്? എൻ്റെ തീരുമാനത്തിന് എന്നോടൊപ്പം നിന്ന ആളാണ് അച്ഛൻ. മനുവേട്ടൻ ഈ പറഞ്ഞതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. അലീന, നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാൻ ആ സമയത്ത് എനിക്ക് വന്നൊരു തോന്നൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, രണ്ടാളും വിഷമിക്കാതിരിക്കേ, എനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. മനു, നീ എൻ്റെ കാലുമെന്നൊന്ന് കൈയെടുക്ക്, എന്നിട്ട് നീ എൻ്റെ അരികിലേക്കൊന്ന് വന്ന് നിൽക്കുമെന്ന് പറയുകയാണ്. അലീന ബാലചന്ദ്രൻ്റെ ഇടതുവശത്തും മനു വലതുവശത്തുമായി നിൽക്കുന്നുണ്ട്.
രണ്ടുപേരുടെയും കൈകൾ പതിയെ എടുത്ത് അലീനയുടെ കൈകൾ മനുവിൻ്റെ കൈകളിലേക്കായി എടുത്തു കൊടുത്തുകൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെ ഇത് ദൈവം ഒന്നിപ്പിച്ചതാണ്. ഇതിനെ തട്ടിത്തെറിപ്പിക്കാൻ ബാലചന്ദ്രൻ എന്നല്ല ഒരാൾക്കും സാധിക്കില്ല. അത് നീ എന്നും മനസ്സിൽ കുറിച്ചിട്ടോ. ഇന്ന് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് ഇവളെ ഞാൻ നിന്നിലേക്ക് തരുന്നത്. എന്നാൽ ഒരു സമയം വരും, അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ ഇവളെ ഏൽപ്പിച്ചിട്ട് മാത്രമേ എൻ്റെ കണ്ണുകൾ ഞാൻ അടയ്ക്കുള്ളൂ മനു. അത് ഈ ബാലചന്ദ്രൻ്റെ വാക്കാണ്. ഏത് കാലൻ വന്ന് വിളിച്ചാലും ബാലചന്ദ്രൻ അയാളോട് പറയും, എൻ്റെ മക്കളെ രണ്ടുപേരെയും ഒന്നാക്കിയതിന് ശേഷം ഞാൻ വരാമെന്ന്. നീ എന്തായാലും സമാധാനമായിട്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും നേഴ്സ് വന്ന് പറയുന്നുണ്ട്, വൈകുന്നേരം റൂമിലേക്ക് മാറ്റുമല്ലോ, അപ്പോൾ കൂടുതലൊക്കെ സംസാരിക്കാം. ഇപ്പോൾ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വൈകുന്നേരം എന്തെങ്കിലും വേരിയേഷൻ കണ്ടാൽ റൂമിലേക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. നിങ്ങളിപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് മനുവിനെയും അലീനയെയും പുറത്തേക്ക് ഇറക്കി നിർത്തുകയാണ്. ബബിതയും കൃഷ്ണമോളും അലീനയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ചേച്ചിയെന്ന്. അപ്പോഴേക്കും അലീന അവരുടെ മുഖത്തൊക്കെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളാണ് മക്കളെ അച്ഛനെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കെ കഴിഞ്ഞത്. എന്തായാലും അത് വലിയൊരു ഭാഗ്യം തന്നെയായി. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കരയാൻ തുടങ്ങി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ചേച്ചി പറഞ്ഞു തന്നതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് കുടുംബം എന്താണെന്നും കുടുംബസ്നേഹം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുള്ളൂ. അത് ഞങ്ങൾ എന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ചേച്ചിക്ക് തന്ന വാക്കല്ലേ. ആ വാക്ക് തെറ്റിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ പറയുകയാണ്. രോഹിത് വന്ന് മനുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ മനുവേട്ട എന്ന്. അപ്പോഴേക്കും മനു തിരിഞ്ഞ് സിസ്റ്ററോട് ചോദിക്കുകയാണ്, സിസ്റ്ററെ ഇവൻ ഒന്ന് കയറി അദ്ദേഹത്തെ കണ്ടോട്ടെ, ഒരുപാട് സമയമൊന്നും സംസാരിക്കില്ല, ഒരു വാക്ക് ഒന്ന് സംസാരിക്കാൻ അവനെ ഒരു സമാധാനത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇറങ്ങിയേക്കണം, നിങ്ങൾ കയറിയിട്ട് തന്നെ ഒരുപാട് സമയം നിന്ന് സംസാരിച്ചതല്ലേന്ന്. അപ്പോഴേക്കും രോഹിത് അകത്തേക്ക് ഓടിക്കയറിയിരുന്നു. രോഹിത് ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, കണ്ടില്ലേ ഞാൻ പയറുപോലെ കിടക്കുന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി ഭംഗിയായി തന്നെ ചെയ്തു. ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മക്കളാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. എനിക്ക് സന്തോഷമായി രോഹിത്തെ, നിങ്ങൾ എത്ര പ്രാപ്തിയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ ഞാനില്ലാതെയായാലും നിൻ്റെ സഹോദരിമാരെ നീ പൊന്നുപോലെ നോക്കുമെന്ന സന്തോഷം ഈ അച്ഛനുണ്ട്. അതുമാത്രമല്ല വലിയൊരു സമാധാനവും. അപ്പോഴേക്കും രോഹിത് ഇങ്ങനെ കരയാൻ തുടങ്ങി. രോഹിത്തിനെ ബാലചന്ദ്രൻ സമാധാനിപ്പിക്കുകയാണ്. എന്തിനാടാ കരയുന്നത്? ഇത്രയും നല്ല വാക്കുകൾ ഒരച്ഛൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. എൻ്റെ പഴയ രോഹിത്തേ അല്ല നീ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ തലയിൽ ഇങ്ങനെ കൈ തലോടുകയാണ്. പെട്ടെന്ന് ആ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ചേച്ചിയെ വിഷമിപ്പിക്കാതെ നോക്കണം. അവൾ ഒരുപാട് വിഷമിച്ചാണ് വന്ന് നിൽക്കുന്നത്. അവളെ അമ്മയെ കൊണ്ട് ഒരു വാക്കുപോലും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഊബർ വിളിച്ച് നീ തന്നെ അവളെ കൊണ്ടുപോയി അവളുടെ വീട്ടിൽ സ്റ്റാൻലിയുടെ അരികിലേക്ക് ആക്കി കൊടുക്കണം. നിനക്കിപ്പോൾ സ്റ്റാൻലിയുമായി പരിചയമുള്ളത് തന്നെയാണല്ലോ. കൂട്ടിന് വേണമെങ്കിൽ മനുശങ്കറിനെയും വിളിച്ചോ. അല്ലാതെ ഇവിടെ ഇട്ട് വൈജയന്തിയുടെ തോന്നിവാസങ്ങൾ പറയാനുള്ള ഒരാളായിട്ട് അലീനയെ ഇട്ട് കൊടുക്കരുതെന്ന് ബാലചന്ദ്രൻ ഒരിക്കൽ കൂടി രോഹിത്തിനെ ഓർമ്മപ്പെടുത്താണ്. രോഹിത് പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ചേച്ചിയുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ചേച്ചി എന്തായാലും അച്ഛനെ ഇട്ടിട്ട് ഇവിടെ നിന്ന് പോകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. അമ്മയോട് വീട്ടിലേക്ക് പോയിക്കോളാൻ ഞങ്ങൾ പറഞ്ഞോളാം. എന്തായാലും ശിവനങ്കിളും പുറത്ത് തന്നെ ഉണ്ടല്ലോ, അങ്കിളിനോട് പറഞ്ഞോളാം. ചേച്ചി ഇവിടെ നിന്നോളും, അമ്മയെ നിർത്തണ്ട, അങ്കിള് പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ. അങ്കിളിന് കാര്യങ്ങളൊക്കെ അറിയാലോ,
അതുകൊണ്ട് അങ്കിള് അമ്മയുമായിട്ട് തന്നെ പോയിക്കോളുമെന്ന് രോഹിത് പറയാണ്. എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നതിനിടയിലേക്കാണ് ഡോക്ടർ പെട്ടെന്ന് കടന്നു വരുന്നത്. ഡോക്ടർ എല്ലാവരോടും കൂടിയായി കാര്യങ്ങൾ പറയുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ സമാധാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഒരല്പം സീരിയസ് ഉള്ള കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ ബലം കൊണ്ടും പിന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയത് കറക്റ്റ് സമയത്തായതുകൊണ്ടും അതിന് ഈ കുഞ്ഞുങ്ങളെ തന്നെയാണ് അഭിനന്ദിക്കേണ്ടത്. എപ്പോഴും നമുക്ക് ഭാഗ്യം കടാക്ഷിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തണം. ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങളോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനെ അറിയിക്കാതിരിക്കുക. അദ്ദേഹത്തിന് അലീനയുടെ കാര്യത്തിലാണെന്ന് തോന്നുന്നു വല്ലാത്ത ടെൻഷനും വിഷമവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അലീനയും പരമാവധി ശ്രദ്ധിക്കണം. അലീനയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കേണ്ടത് അലീനയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം അതറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിപ്പോൾ ഇന്നത്തെ മാത്രം സിറ്റുവേഷൻ വെച്ച് പറയുന്നതല്ല. മുൻപും അദ്ദേഹം ഇവിടെ അഡ്മിറ്റായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിനെ സ്ഥിരമായി ട്രീറ്റ് ചെയ്യുന്നൊരു ഡോക്ടർ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഇനി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല. തിരിച്ച് കിട്ടിയാൽ പോലും നിങ്ങൾക്കിതുപോലെ സംസാരിക്കുന്നേയും നിങ്ങളുടെ സന്തോഷങ്ങളെ കണ്ട് തിരിച്ച് സന്തോഷിക്കുന്നേയും ഒരു ബാലചന്ദ്രനെ ആവില്ല നമുക്ക് തിരിച്ച് കിട്ടുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശരി മനു, നമുക്ക് വൈകുന്നേരം അങ്കിളിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതുകൂടി കേട്ടപ്പോൾ മനുവിന് വല്ലാത്ത വിഷമമായി. മനു ഉടനെ തന്നെ തൻ്റെ അച്ഛനായ ശിവശങ്കരനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, അച്ഛ, ഞങ്ങളിപ്പോൾ അകത്ത് കയറിയപ്പോഴും അങ്കിള് പറഞ്ഞത് അലീന ഇവിടെ നിന്നാൽ മതി, ആൻറ്റിയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടോളാനാണ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റുമ്പോൾ ആൻറ്റിയെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വീണ്ടും ബിപിയും ദേഷ്യവും ഒക്കെ കൂടും. അതിനൊന്നും ഇടവെക്കണ്ട. അച്ഛൻ എന്തായാലും ആൻറ്റിയൊക്കൊപ്പം കുറച്ച് കഴിഞ്ഞ് പതിയെ ആൻറ്റിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിക്കോ. അലീനയുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി വല്ലാത്ത ദേഷ്യത്തിലും ആയിരിക്കും. ഒരു ഹോസ്പിറ്റലാണെന്നുള്ള ചിന്തയൊന്നും ആൻറ്റിക്ക് ഉണ്ടാവില്ലെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് അച്ഛനോട് തന്നെ ഞാൻ ഈ വിവരം പറയുന്നതെന്ന് മനു ശിവശങ്കരനോടായി പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അത് ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ വൈജയെ ഞാനിവിടെ നിന്നും ഒഴിവാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി മനുവിനോടും ശിവശങ്കരനോടുമായി ചോദിക്കുകയാണ്, വന്നവൾക്കൊന്നും തിരിച്ചു പോകാനായില്ലേ ശിവേട്ട? എന്തിനാ അവളിവിടെ നിൽക്കുന്നത്? അവളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും പോയതല്ലേ? ഇനി അവളുടെ ആവശ്യം ഇവിടെയുണ്ടെന്ന് ശിവേട്ടനും മനുവിനും തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന മനുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മനു ആൻറ്റിയോടായി ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് വേറെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ? അല്ല, പഴയതെല്ലാം മറന്നതുപോലെയാണ് ആൻറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് മനു ദേഷ്യത്തോടു കൂടി തന്നെ വൈജയോട് ചോദിക്കുകയാണ്. വൈജ ഒരു ഞെട്ടലോടുകൂടി മനുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.